ഔദ്യോഗികമായിട്ട് വിവരങ്ങൾ നൽകുവാൻ സമയമായിട്ടില്ല എന്നാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത്. അതേസമയം ആശുപത്രിയിൽ നിന്നുള്ള വിവരമനുസരിച്ചാണ് 9 പേർ മരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ ഉണ്ട്. ഇപ്പോഴും കാർ പൊട്ടിത്തെറിച്ചത് എന്ത് കാരണത്താൽ എന്ന് വ്യക്തമായിട്ടില്ല. അതിനാൽ തന്നെ ഇതൊരു ഭീകരാക്രമണമായി ചിത്രീകരിക്കരുത് എന്നുള്ള വിവരമാണ് ഇപ്പോഴും, അങ്ങനെ ഒരു നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോഴും നൽകുന്നത്. കാറിന്റെ എന്തെങ്കിലും സാങ്കേതിക തകരാറ് കൊണ്ടുണ്ടായ പൊട്ടിത്തെറിയാണോ എന്നുള്ള കാര്യവും ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അതിലേക്കുള്ള സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം ഔദ്യോഗികമായിട്ട് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാനാണ് ഡൽഹി പോലീസിന്റെ നീക്കം. അതിനാൽ തന്നെ ഇതുവരെ മാധ്യമങ്ങളെ ഔദ്യോഗികമായിട്ട് ഒരു കാര്യവും അറിയിക്കുവാൻ ഡൽഹി പോലീസ് തയ്യാറായിട്ടുമില്ല. കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയം സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനത്ത് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് തൊട്ട് മുന്നിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 1-ാം നമ്പർ ഗേറ്റിന് മുന്നിൽ ഒരു കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. നേരത്തെ പാർക്ക് ചെയ്തിരുന്ന വാഹനം എന്നായിരുന്നു റിപ്പോർട്ടെങ്കിൽ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലാണ് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായത്. ആ കാറിലെ യാത്രക്കാർ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നും ദൃക്സാക്ഷികൾ പറയുന്നു. അതിന് തൊട്ട് പിന്നിൽ സഞ്ചരിച്ച വാഹനത്തിലെ ഒരു ദൃക്സാക്ഷി മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുകയും ഉണ്ടായി. ആ വാഹനത്തിന് തൊട്ടടുത്തുള്ള പല വാഹനങ്ങളും പൊട്ടിത്തെറിക്കുകയും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൃക്സാക്ഷികളുടെ കൂടുതൽ പ്രതികരണങ്ങളിലെ तकरीबन कितने लोग उस समय अंदाजा नहीं है। बोटी पड़ी है सब कब्जे में। तकरीबन कितने लोग उस समय अंदाजा नहीं है। बोटी पड़ी है सब कब्जे में। तकरीबन कितने लोग उस समय ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം ഒരേ രീതിയിലുള്ളത് തന്നെയാണ്. നേരിട്ട് കണ്ടവരാണ് ഇവരൊക്കെ. കാർ പൊട്ടിത്തെറിക്കുന്നത് വലിയ തിരക്കുള്ള ഒരു സമയത്താണ് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പോഴും 9 മരണം ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഡൽഹി പോലീസ് പക്ഷേ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. അല്പസമയത്തിന് ശേഷം കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് ഡൽഹി പോലീസ് നൽകുന്ന വിവരം. നിരവധി വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. മനു ഭരത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനു, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? മഞ്ജുഷ്, അവിടെ നിന്നുള്ള ചില ദൃക്സാക്ഷികളുടെ വിവരണം അനുസരിച്ച് റോഡിൽ ആളുകളുടെ ശരീരഭാഗങ്ങൾ കിടക്കുന്നു എന്ന വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അതാണ് പോലീസിനെ അങ്ങേയറ്റം ആശങ്ക ആദ്യഘട്ടത്തിൽ തന്നെ വർദ്ധിപ്പിക്കാൻ കാരണം. കൈയൊക്കെ ആളുകളുടെ റോട്ടിൽ ചിതറിക്കിടക്കുന്ന ചില ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഏതായാലും ഇത് ഒരു തീപിടുത്തമാണ് എന്ന കാര്യം ഏറെക്കുറെ പോലീസ് അങ്ങനെ സ്ഥിരീകരിക്കുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസ് പറയുന്നത് പൂർണ്ണമായും ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലായിടത്തും ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് ഈ ഘട്ടത്തിൽ പ്രഥമ പരിഗണന നൽകണം എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. 9 ആളുകളുടെ മരണമാണ് LNJP ആശുപത്രി സ്ഥിരീകരിക്കുന്നത്. അത് അങ്ങേയറ്റത്തെ ആശങ്ക പരത്തുന്ന ഒരു സാഹചര്യം. ഈ വാഹനത്തിനകത്തുണ്ടായിരുന്നവർ 4-5 പേർ. അപ്പോൾ ഈ മരണത്തിൽ അവരും ഉൾപ്പെട്ടിട്ടുണ്ടാകും എന്ന ഏറെക്കുറെ വ്യക്തമാവുകയാണ്. തൊട്ടടുത്ത ഇത് ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ഫോടനം എന്താണ് അതിൻ്റെ കാരണമെന്നതാണ് പലരെയും ആശങ്കപ്പെടുത്തുന്നത്. കാരണം തൊട്ടടുത്ത കെട്ടിടങ്ങളുടെ ചില്ല് വരെ തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. ബസ്സിൻ്റെ ചില്ലുകൾ തകരുന്ന ആ ഒരു വലിയ ശബ്ദവും അതോടനുബന്ധിച്ചുള്ള ആ ഒരു തീ ആളിപ്പെടുന്ന ഒരു സാഹചര്യം ആ പ്രദേശത്തിലെ മുഴുവൻ ആളുകളെയും പരിഭ്രാന്തിയിലാക്കി എന്നതാണ്. അപ്പോൾ ഏതായാലും മറ്റൊരു തീവ്രവാദം എന്ന തരത്തിലേക്ക് ഒരു വിഷയമില്ലെങ്കിൽ കൂടിയും വലിയ തോതിൽ ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ना फैले सर, सिर्फ इसलिए एक बेसिक इन्फॉर्मेशन कि एग्जैक्टली कितना कैजुअलिटीज है बता रहे कितनी कैजुअलिटीज है। एक बार स्पेस दे दो, थोड़ा स्पेस आ रहे हैं, वो जवाब देंगे इस बात के ऊपर। आप वेट करिए, आप सीनियर ऑफिसर आ रहे हैं, वो जवाब देंगे। वेट करो ना।
ഉയർന്ന ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന കാര്യം വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ സംഭവ സ്ഥലത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും അതിനുവേണ്ടി അല്പസമയത്തിന് ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ബ്രീഫിംഗ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. നിലവിൽ ഇത്രയും വിവരങ്ങളാണ് നൽകാൻ കഴിയുന്നത്. നിരവധി വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. ഒരു കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പകൽ മുഴുവനും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ, വലിയ പരിശോധനകൾ രാജ്യ തലസ്ഥാനത്തും ഹരിയാനയിലും ഉണ്ടായിരുന്നു. ശ്രീനഗറിൽ നിന്നും ഹരിയാനയിൽ നിന്നുമായിട്ട് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു. ഇന്നും ഒരു ഡോക്ടർ പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിരുന്നു. ജെയ്ഷെ മുഹമ്മദ് ബന്ധത്തിന്റെ പേരിലായിരുന്നു കസ്റ്റഡിയിൽ എടുത്തത്. 350 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായതാണ്, ഡൽഹിയിൽ ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായതാണ് ആശങ്കയുണ്ടാക്കുന്നത്. അതായിരുന്നു തുടക്കത്തിലും ഇത് ഒരു ഭീകരാക്രമണമാണോ എന്ന രീതിയിലുള്ള സംശയങ്ങൾ ബലപ്പെടാൻ, ആസൂത്രിതമായ ഒരു കാര്യമാണോ എന്ന സംശയം ബലപ്പെടാൻ കാരണമായത്. പക്ഷേ ചിലപ്പോൾ ഈ വാഹനത്തിൻ്റെ കേടുപാടായിരിക്കാം എന്ന രീതിയിലും കാര്യങ്ങൾ പോകുന്നു. അതേസമയം വൻ സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. ശരീരാവശിഷ്ടങ്ങൾ റോഡിൽ ചിതറിക്കിടക്കുന്നു എന്നുള്ളതും വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. 9 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. നിരവധി പേർ പരിക്കുകളോടെ, അതും അതീവ ഗുരുതരാവസ്ഥയിൽ, പൊള്ളലേറ്റ നിലയിൽ ആശുപത്രികളിൽ ചികിത്സയിലുമാണ്.